ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഗ്രാസിയ നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞേക്കുന്ന കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് എഞ്ചിൻ ഓയിൽ മാറണം, പിന്നെ എഞ്ചിൻ സൈഡിൽ നിന്നൊരു സൗണ്ട് വ്യത്യാസം പറയുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ 2 കേബിളുകൾ നമുക്ക് വരാം, 2 കേബിളും ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കി എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് വ്യത്യാസം കാണിക്കുന്നത് നമുക്ക് എൻ്റെ വീലിൻ്റെ ഈ സെൻട്രൽ ആക്സിൽ, അതായത് ഈ വീലിൻ്റെ നട്ട് വന്നുണ്ടല്ലോ, അത് മെയിനായിട്ടൊരു ആക്സിൽ മെയിൻ പറ്റാം. അപ്പോൾ അത് ലൂസായിട്ട് ബാക്ക് സൈഡിൽ നിന്നൊരു ഷേക്കാണ് കാണിച്ചുകൊണ്ടിരുന്നത്. വേറെ പറയത്തക്ക പ്രോബ്ലം ഇല്ല. പിന്നെ ഇവിടെ ഒരു ബോൾട്ട് ചെറുതായിട്ട് ലൂസായിട്ടുണ്ടായിരുന്നു. അത്രയാണ് മെയിനായിട്ട് നമുക്ക് ആ സൈഡിൽ നിന്ന് ഓടിച്ച് നോക്കുമ്പോൾ കിട്ടിയ സൗണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് എഞ്ചിൻ ഓയിൽ മാറ്റാം. അപ്പോൾ ഓയിൽ മുമ്പ് മാറ്റുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ നമുക്ക് ഇതിന് B6 മോഡലിൽ വരുമ്പോഴത്തേക്ക് 2 കേബിളുകൾ വരാം. അപ്പോൾ 2 കേബിൾ നമ്മൾ അഴിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞപ്പോൾ മൊത്തം ഈ കവറിങ് ഒക്കെ അഴിച്ചാലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് സൈഡിൽ കൂടെയൊക്കെ ലോക്ക് ചെയ്തുകൊണ്ട് കേബിൾ പോകാം. അപ്പോൾ അത് കറക്റ്റ് റൂട്ടിൽ കൂടെ തന്നെ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ അത് അഴിച്ച് ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ മറ്റേ ബാക്ക് വീലിൻ്റെ ആ നട്ട് ശരിക്കും ത്രെഡ് ലോക്കർ വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്തത്. കാരണം ആ സൈഡ് ലൂസ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഈ മോഡൽ വണ്ടിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ത്രെഡ് ലോക്കർ വെച്ചിട്ട് നമ്മളത് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ചെയ്യണത്. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞിരിക്കുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ഓൾറെഡി കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.